ഹലോ, ഇന്നത്തെ വീഡിയോ ഇവിടുത്തെ പള്ളിയിലെ ഉസ്താക്ക് ചോറ്, ഇന്ന് നമ്മളിവിടെ ചോറായിരുന്നു, അതിൻ്റെ വീഡിയോ ആണ്. നമുക്കൊന്ന് കണ്ടാലോ. ഇത് തന്നെയാണ് മീൻ പൊരിച്ചത്, മീൻ കറി മുരിങ്ങയ്ക്കായും ചെമ്മീനിട്ട് വെച്ച മരക്കറിയായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ ഇന്നലെ ഷോർട്സായിട്ട് ഇട്ടിട്ടുണ്ട്. വലിയ ലുക്കൊന്നും ഇല്ലെങ്കിലും ടേസ്റ്റിന് കുഴപ്പമില്ല, കാരണം അതിനകത്ത് ചെമ്മീനാണല്ലോ. അതൊക്കെ പോട്ടെ. പിന്നെ ഗ്യാസിൽ കിടക്കുന്നത് തോരൻ വയ്ക്കാം. പച്ചപ്പയർ തോരനുള്ളതും പിന്നെ മത്തി പൊരിച്ചത് ഇതൊക്കെയായിരുന്നു. പിന്നെന്താ, ചോറ് റൈസ് കുക്കറിൽ കുറച്ചധികം ചോറ് വെച്ചപ്പോൾ കുറച്ച് താമസിച്ചു പോയി. അതുകൊണ്ട് റൈസ് കുക്കറിൽ ഇട്ട് കുറച്ചധികം നേരം വേവിച്ചതിന് ശേഷം ഇറക്കി വയ്ക്കുന്നത്. പിന്നെന്താ, ഇത് മെയിൻ പരിപാടി തേങ്ങ ചുരണ്ടൽ. ഈ തേങ്ങ ചുരണ്ടിയത് തോരനിക്കും മീൻകറിക്കും പിന്നെന്താണ്, ഞാനൊരു ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പേരും കിട്ടുന്നില്ലല്ലോ. നമ്മുടെ കുക്കുംബർ തോരൻ, അതിനുള്ളത് അത്രയും തേങ്ങ. പിന്നെ ഇത് ചെമ്മീനൊന്ന് വെച്ച ആകെ കുറച്ച് ചെമ്മീനായിരുന്നു, പക്ഷേ എടുത്ത് 1.5 മണിക്കൂർ എടുത്ത് ചെയ്ത് തീർന്നപ്പോഴേക്കും. പിന്നെ ചെമ്മീൻ കറിക്കുള്ള സബോള അരിഞ്ഞു, തക്കാളി അരിഞ്ഞു വെച്ചു, പിന്നെ ഓരോന്നോരോന്നായിട്ടങ്ങ് ചെയ്തു. അപ്പോഴേക്കും സമയമാവാറായി, ഫുഡ് ഇതാക്കേണ്ട സമയമാവാറായിരുന്നു. പിന്നെന്താ, എൻ്റെ ഈ ഫുഡ് റെസിപ്പീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ? കാരണം ഒരു കാണാൻ ലുക്കില്ലാത്തൊരു വീഡിയോസാണ് ഞാൻ ചെയ്യുന്നത്. എനിക്കൊരു ഇത് ഞാൻ ചെയ്യുന്നത് തന്നെ എനിക്കറിയാവുന്നത് വെച്ച്, ഒത്തിരി ഒന്നും കുക്ക് ചെയ്യാത്ത ഒരാളാണ്. അപ്പം അറിയാവുന്ന പോലെയൊക്കെ ഇങ്ങനൊരു സാധാരണ വീട്ടിൽ ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കുന്നതേ ഉള്ളൂ. കഴിക്കാൻ പറ്റും, അത് വേറെ കാര്യം. ഈ ചെമ്മീനും മുരിങ്ങയ്ക്കായും കാര്യം കുക്കറി വേവിച്ച്, ചെമ്മീനല്ല മുരിങ്ങയ്ക്കൊക്കെ കുക്കറി ഇട്ട് വെച്ചാൽ മതിയായിരുന്നു. പക്ഷേ ആ ചട്ടിയിലൊരു വീഡിയോയ്ക്ക് വേണ്ടി ആ ചട്ടി തന്നെ എല്ലാം കൂടി ഞാനങ്ങ് മിക്സ് ചെയ്തതാണ്. ഈ താളിപ്പ് കോട്ടയത്ത് നിന്ന് കിട്ടിയതാണ്. ആ താളിപ്പില്ലാണ്ട് നടപടിയില്ല. ഇപ്പം കണ്ടില്ലേ, അതായിരുന്നു ഞാൻ പറഞ്ഞ കുക്കുംബറിൻ്റെ ചമ്മന്തി. തേങ്ങായും കേടൊക്കെ ഇട്ടിട്ടായിരുന്നു ഞാൻ ചെയ്തത്. പിന്നെ ഒരു 5-6 പപ്പടമൊക്കെ പൊരിച്ചു. പിന്നെന്താ പരിപാടി, അതേ എണ്ണയ്ക്കകത്ത് തന്നെ മീനും മത്തിയായിരുന്നു, മത്തി പൊരിച്ചു. അങ്ങനെയൊക്കെ ചെയ്തു. ഈ അടുക്കള പരിപാടി എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഈ ഫുഡ് ഉണ്ടാക്കാൻ തന്നെ ആകെ ശകലം ഉണ്ടാക്കിയുള്ളൂ. ഇതിന് എനിക്ക് 2-3 മണിക്കൂർ പിടിച്ചു. അപ്പോഴേക്കും പുറത്ത് ബെല്ല് കേട്ടു. അത് ഈ ഫുഡ് പാത്രം കൊണ്ടുതരാൻ വന്ന കാക്കായിരുന്നു. ഉസ്താക്ക് ചോറ് കൊണ്ടുപോകാനേ 3 ഉസ്താക്കുള്ള ചോറായിരുന്നു. കറികൾ കുറച്ചേ ഉള്ളൂ. കാരണം അവരൊത്തിരി കറികളൊന്നും അങ്ങനെ വേണ്ട. അതുകൊണ്ട് എല്ലാത്തിലും കുറച്ച് കറികൾ ഒഴിച്ച്. അപ്പോഴേക്കും സമയമായി, കുറച്ചധികം താമസിച്ചു. ഈ വീഡിയോ എടുപ്പും ഞാൻ ഈ ഓരോ ആംഗിൾ നോക്കുമ്പോഴേക്കും ചിലപ്പം പകുതി കാണുന്നുള്ളായിരിക്കും, പാത്രം കാണുകയില്ല. ഞാൻ വാങ്ങിച്ച ട്രൈപോഡ് ഫോൺ വയ്ക്കുമ്പം ചരിഞ്ഞു പോകും. ഫോൺ വെക്കാതെ ചുമ്മാ വയ്ക്കുമ്പോൾ കുഴപ്പമില്ല, പക്ഷെ ഫോൺ വെച്ച് കഴിഞ്ഞാൽ അത് അപ്പം തന്നെ അങ്ങ് ചരിഞ്ഞു പോകും. പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാവും. പിന്നെ എന്തോ പറയണമെന്ന് വെച്ചിട്ട് പിന്നൊരു കാര്യം കൂടെ. നിങ്ങൾ ഓർക്കും, ആദ്യത്തെ എൻ്റെ വീഡിയോസിൽ ഞാൻ കുറച്ച് ഓൺ വോയിസ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഓർക്കും ഇതെന്താ സംസാരത്തിലൊരു മാറ്റം പോലെ വരുന്നു. നിങ്ങൾ ഓർക്കും ഇതെന്താ എൻ്റെ ഭാഷയ്ക്ക് ഒരു വ്യത്യാസം വരുന്നതെന്ന്. ഇടയ്ക്ക് സംസാരിക്കുമ്പോഴേ, ഒരു 13 വർഷമായിട്ട് ഞാൻ കോട്ടയത്തായിരുന്നു താമസം. ഇപ്പോൾ നിലവിൽ കാസർഗോഡ് കാഞ്ഞങ്ങാടാണ്. അപ്പോൾ ഇനിയുള്ള വീഡിയോസിലൊക്കെ എൻ്റെ സംസാരത്തിൽ വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് എനിക്ക് മെയിനായിട്ട് വിക്ക് പോലെ വരുന്നുണ്ട് സംസാരിക്കുമ്പോഴേ. ഇവിടെ ഇപ്പോൾ ഒരു 1.5 മാസമായിട്ട് ഇവിടെ തന്നെയല്ലേ താമസം. അപ്പം ഇനിയിപ്പോൾ അങ്ങോട്ട് കാഞ്ഞങ്ങാട് സ്ലാങ്ങേ വരുള്ളൂ. പിന്നെ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ.